എന്നത് ഉടമ്പടിയുടെ ഇടമാണ്. ഏതുടമ്പടി? ഈശോ തന്റെ ശരീരം മുറിച്ച് നൽകിയിട്ട് പറയുന്നു, ഞാൻ നിന്റേതാണ്. ഉടമ്പടിയാണ്. ഞാൻ നിന്റേതാണ്, ഞാൻ എന്നേക്കുമായി നിന്റേതാണെന്ന് പറയുന്ന ഒരു വിവാഹ ഉടമ്പടി പോലെ ഒരു ഉടമ്പടി. ദൈവം മനുഷ്യനോട് നടത്തുന്ന ഒരു ഉടമ്പടി. നമ്മൾ ആ അപ്പമുള്ളിലേക്ക് സ്വീകരിച്ചിട്ട് ഞാൻ എന്നേക്കുമായി നിന്റേതാണെന്ന് പറയുന്ന ഉടമ്പടി നടക്കുന്ന ഇടമാണ് ദേവാലയം. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് കവനന്റ്. ഓരോ ദിവസവും ഈ ദിവ്യകാരുണ്യ സ്വീകരണത്തിൽ ഇപ്രകാരം ഒരു ഉടമ്പടി ഉണ്ടെന്ന് മറക്കരുത്. പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണത്തിന്റെ ആഘോഷങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. മാതാപിതാക്കളും കുഞ്ഞുമക്കളും ഓർക്കണം, ഇത് ഒരു ഉടമ്പടിയാണ്, ഇതൊരു കല്യാണമാണ്. അങ്ങനെ പറയുമായിരുന്നു പണ്ട്, ഇല്ലേ? പറയുമായിരുന്നു അങ്ങനെ. അതായത് ദിവ്യകാരുണ്യ സ്വീകരണം ഒരു കല്യാണമാണ്. എങ്ങനെയാണത് കല്യാണമാകുന്നത്? ഈശോയാകുന്ന മണവാളൻ നിന്റെ ആത്മാവാകുന്ന മണവാട്ടിയിലേക്ക് ഇറങ്ങി വരികയാണ്. മണവാളൻ മണവാട്ടിയിലേക്ക് പ്രവേശിക്കുന്നത് പോലെ ഇതാ ദിവ്യകാരുണ്യനാഥൻ നിന്റെ ആത്മാവിലേക്ക് പ്രവേശിക്കുന്നു. എന്തു പറഞ്ഞുകൊണ്ട്? ഞാൻ, എന്റെ ശരീരം, എന്റെ ആത്മാവ് നിന്റേതാണ്. മണവാട്ടിയാകുന്ന മനുഷ്യാത്മാവ് ഈശോയെ സ്വീകരിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ നിന്റേതാണ്. ഉടമ്പടി. എന്നേക്കുമായി ഞാൻ നിന്റേതാണെന്ന് ഉടമ്പടി നടക്കുന്ന ഇടമാണ് ദേവാലയം. ഓക്കെ, അത് ദേവാലയം. നീയാകുന്ന ശരീരമോ? നിന്റെ ശരീരത്തെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് ഞാനാകുന്ന ദേവാലയം മുഴുവൻ എന്നിൽ, ഇതാ ഞാൻ മുഴുവൻ നിന്റേതാണെന്ന്, നീ മുഴുവൻ എന്റേതാണെന്ന തരത്തിൽ നീ പണിതുയർത്തപ്പെടും. മണവാട്ടി മുഴുവനായും മണവാളന്റേതാണ്. ഈശോ പൂർണ്ണമായും നമ്മുടേതാണ്, നമ്മൾ പൂർണ്ണമായും ഈശോയുടേതാണ്. അതാണ് ഉടമ്പടി എന്ന് പറയുന്നത്.